Hello students, in this session I will be covering Annamalai University's Bachelor of Commerce first year subject Management Principles, and in this session I will be covering lesson 16, Basic Elements of Communication. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ആശയവിനിമയം എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയാൻ പറ്റുന്നത്. ഓക്കെ, ആശയവിനിമയത്തിൽ കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണ്. എന്താണ് ആശയവിനിമയത്തിൽ? ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കണം. അയാളാണ് കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ സ്പീക്കർ അല്ലെങ്കിൽ റൈറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് കമ്മ്യൂണിക്കേറ്റിംഗ്, അതായത് ആരോടാണോ ഈ കമ്മ്യൂണിക്കേറ്റർ സംസാരിക്കുന്നത്, അത് റിസീവർ, ആ കമ്മ്യൂണിക്കേഷൻ റിസീവ് ചെയ്യുന്ന ആള്. മൂന്നാമത് ഉള്ളതാണ് മെസ്സേജ്. എന്ത് മെസ്സേജാണ് കമ്മ്യൂണിക്കേറ്റർ കമ്മ്യൂണിക്കേറ്റിക്ക്, അതായത് സെൻഡർ അല്ലെങ്കിൽ സ്പീക്കർ റിസീവർക്ക് അയച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. നാലാമത്തെയാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ. ഏത് മാധ്യമത്തിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റർ കമ്മ്യൂണിക്കേറ്റീവോട് സംസാരിക്കുന്നത്? ഫോണിലൂടെയാണോ, മെയിലിലൂടെയാണോ, കത്തിലൂടെയാണോ എന്നാണ് അതുകൊണ്ട് ചാനൽ കൊണ്ട്, കമ്മ്യൂണിക്കേഷൻ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയാണ് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേറ്റർ കൊടുത്ത മെസ്സേജ്, കമ്മ്യൂണിക്കേറ്റീക്ക് കൊടുത്ത മെസ്സേജ് എന്താണോ കമ്മ്യൂണിക്കേറ്റർ ഉദ്ദേശിച്ചത് അത് വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റീക്ക് കിട്ടിയോ, അതായത് റിസീവർക്ക് വേണ്ട രീതിയിൽ മനസ്സിലായോ, വേണ്ട രീതിയിൽ കിട്ടിയോ എന്ന് അത് തിരിച്ച് കമ്മ്യൂണിക്കേറ്റർക്ക് നൽകുന്ന മെസ്സേജാണ് ഫീഡ്ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക് എലിമെന്റ്സ് എന്നാണ് പറയുക. ബേസിക് എലിമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അത് വേണ്ട രീതിയിൽ അർത്ഥവത്തായി അല്ലെങ്കിൽ മീനിങ് ഫുള്ളായി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി എത്ര തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്? രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണുള്ളത്. ഒന്ന് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഇൻസ്ട്രക്ഷൻ, ഒരു ബിസിനസ്സിൽ, ഒരു സ്ഥാപനത്തിൽ ഒരാൾ, അതായത് പ്രത്യേകിച്ച് മേധാവി, കീഴിലുള്ള സബോർഡിനേറ്റ് അല്ലെങ്കിൽ വേറൊരാൾക്ക് ആ ബിസിനസ് പരമായിട്ടുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ഫോർമൽ ബിസിനസ് അല്ലെങ്കിൽ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതുകൂടാതെ ഒരു ഇൻഡിവിജ്വൽ വേറെ ഇൻഡിവിജ്വൽ, ഒരു സ്ഥാപനത്തിലെ ഒരാൾക്ക് എന്തെങ്കിലും മെയിൽ അയക്കുകയോ പേഴ്സണൽ അല്ലാത്ത കാര്യം അയക്കുന്നതിനെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദാറ്റ് വിച്ച് ഈസ് കണക്റ്റഡ് വിത്ത് ദി ഫോർമൽ ഓർഗനൈസേഷണൽ അറേഞ്ച്മെന്റ് ആൻഡ് ദ ഒഫീഷ്യൽ സ്റ്റാറ്റസ് ഓർ ദ പ്ലേസ് ഓഫ് ദ കമ്മ്യൂണിക്കേറ്റർ ആൻഡ് ദ റിസീവർ. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേറ്റർ ഉണ്ടാവും, അത് ഫോർമലായിട്ട് എവിടെയാണോ നടക്കുന്നത് അതിനെയാണ്, അത് സ്ഥാപനത്തിന്, പ്രത്യേകിച്ച് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്നതിന് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ തന്നെ ഉണ്ട് ഓറൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓറൽ എന്ന് പറഞ്ഞാൽ വായ കൊണ്ട് പറയുക, ഇൻസ്ട്രക്ഷൻ. ഒരു മേധാവി താഴെയുള്ള ആളുടെ എല്ലാ കാര്യങ്ങളും എഴുതി കൊടുക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ വായ കൊണ്ടും പറയാം. അത് വായ കൊണ്ട് ചിലപ്പോൾ ഫോണിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻ പേഴ്സൺ നേർക്ക് നേരെ നിന്നിട്ട് ആയിരിക്കും ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, അതിനെയാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ കീഴിലാണ് ഓറൽ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അടുത്തതാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. ആ സ്ഥാപനത്തിലെ മേധാവി കീഴിലുള്ള ഉദ്യോഗസ്ഥന് റിട്ടൺ ആയിട്ട്, അതായത് ഇമെയിലിലൂടെയോ ലെറ്ററിലൂടെയോ ഒക്കെ റിട്ടൺ ആയിട്ട് അയച്ചു കൊടുക്കുന്നു ഇൻസ്ട്രക്ഷൻസ്, എന്താണ് ജോലി ചെയ്യേണ്ടത്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു അറിയിപ്പ് കൊടുക്കുന്നതിനെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അതും ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ കീഴിൽ വരുന്നതാണ്. അതിന് മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട് റിട്ടൺ കമ്മ്യൂണിക്കേഷന്. ഓക്കെ, മെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻഷുവേഴ്സ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ ഇൻ യൂണിഫോം മാനർ. റൈറ്റിങ്ങിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, റൈറ്റിങ്ങിൽ എഴുതി ആണ് കൊടുക്കുന്നത് മേധാവി, അപ്പോൾ അത് വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും അതിൽ കവർ ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് പ്രൊവൈഡ്സ് എ പെർമനന്റ് റെക്കോർഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. ഭാവിയിലത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, മേധാവി പറഞ്ഞത്, എന്തൊക്കെയാണ് പറയാതിരുന്നത് എന്നുള്ള ഒരു റെക്കോർഡ് അത് ആ കമ്മ്യൂണിക്കേറ്ററുടെ അടുത്തും കമ്മ്യൂണിക്കേറ്ററുടെ കയ്യിലും ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് എൻ ഐഡിയലിസ്റ്റിക് വേ ഓഫ് കൺവേയിങ് ലോങ് മെസ്സേജസ്. വലിയ വലിയ മെസ്സേജുകളാണെങ്കിൽ ഈ റൈറ്റിങ്ങിൽ ഇടുന്നതാണ് ഏറ്റവും നല്ല കാര്യങ്ങൾ. കാരണം എല്ലാ കാര്യങ്ങളും വായുകൊണ്ട് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺവേ ചെയ്തു എന്ന് വരില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് വരില്ല.
അത് കമ്മ്യൂണിക്കേറ്റീക്ക് എല്ലാം മനസ്സിലായി എന്നും വരില്ല. അപ്പോൾ വേണ്ട രീതിയിൽ അത് റൈറ്റിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ, എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് വേണ്ട രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിക്കേറ്റീക്ക് അത് വായിച്ച് നോക്കാനും സാധിക്കും. കമ്മ്യൂണിക്കേറ്റർക്ക് ഇത് വേണ്ട രീതിയിൽ പറഞ്ഞോ, എല്ലാ കാര്യങ്ങളും പറഞ്ഞോ എന്നും അറിയാൻ പറ്റും. ഇറ്റ് എൻഷുവേഴ്സ് ലിറ്റിൽ റിസ്ക് ഓഫ് അൺഓതറൈസ്ഡ് ആൾട്ടറേഷൻ ഇൻ ദ മെസ്സേജ്. കമ്മ്യൂണിക്കേറ്റർ അയച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റീക്ക് അത് തിരുത്താൻ പറ്റില്ല. കാരണം ഓൾറെഡി കമ്മ്യൂണിക്കേറ്റർ വേണ്ട രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിസ്ക് ഇല്ല, തിരുത്തും എന്നുള്ളതിന് റിസ്ക് ഇല്ല. ഓക്കെ. ഇറ്റ് ടെൻസ് ടു ബി കോംപ്രിഹെൻസീവ്, ഒബിയസ് ആൻഡ് ആക്യുറേറ്റ്. അപ്പോൾ എഴുതി കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റർക്ക് ഇത് എഴുതി കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ ആണോ, വേണ്ട രീതിയിൽ എല്ലാ പോയിന്റ്സും എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോ എന്ന് കമ്മ്യൂണിക്കേറ്റർക്ക് ഒന്നും കൂടി വായിച്ച് നോക്കി അത് വേണ്ട തിരുത്തലുകളൊക്കെ വരുത്താൻ പറ്റും അയക്കുന്നതിന് മുമ്പ്. ഇറ്റ് ഈസ് വെൽ സ്യൂട്ടഡ് ടു എക്സ്പ്രസ് മെസ്സേജസ് ടു എ ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ് അറ്റ് ദ സെയിം ടൈം. കമ്മ്യൂണിക്കേറ്റർക്ക് ഇത് വളരെയധികം ആളുകൾക്ക്, ഒരാളല്ല മൾട്ടിപ്പിൾ ആയിട്ടുള്ളത്, ഒരു സോഴ്സിൽ നിന്ന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പലർക്കും ഇത് അയക്കാൻ പറ്റും. ഒരാൾക്ക് മാത്രമല്ല അയക്കാൻ പറ്റുന്നത്, പലർക്കും അയക്കാൻ പറ്റും ആ റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ. എക്സാമ്പിൾ ഇമെയിൽ, ഒരാളാണ് അയക്കുന്നത്, അത് പലർക്കും അയക്കാൻ പറ്റും. ഓക്കെ, ആരൊക്കെയാണോ ഉദ്ദേശിക്കുന്നത് അവർക്കൊക്കെ അത് എത്തിക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി കോട്ടഡ് ആസ് ലീഗൽ എവിഡൻസ് ഇൻ കേസ് ഓഫ് എനി ഡിസ്പ്യൂട്ട്സ്. ഒരു ബിസിനസ്സിൽ നിന്ന് വേറെ ബിസിനസ്സിലേക്ക് ഓർഡർ കൊടുക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ റൈറ്റിങ്ങിൽ ഇടുക എന്ന് ഇരിക്കുക. അപ്പോൾ ആ മെസ്സേജ് കിട്ടിയ ആൾക്ക് ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം എല്ലാം റൈറ്റിങ്ങിൽ വേണ്ട രീതിയിൽ തെളിവുകൾ ഇട്ടിട്ടാണ് എഴുതുന്നത്. ഇനി ഡീമെറിറ്റ്സ്, ഇത്രയാണ് മെറിറ്റ്സ് എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്താണ്? ഇറ്റ് ഈസ് കോസ്റ്റ്ലി ആൻഡ് ടൈം കൺസ്യൂമിങ്. ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വലിയ മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ അത് സമയമെടുക്കും. കാരണം ഇത് തയ്യാറാക്കി എടുത്ത് അതൊക്കെ വായിച്ച് നോക്കി വേണ്ട രീതിയിലുണ്ടോ എന്ന് ഒക്കെ നോക്കിയിട്ട് വേണം അത് അയക്കാൻ. അത് സമയവും എടുക്കുകയും ചെയ്യും. ഇറ്റ് ബിക്കംസ് ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ പ്രൈവസി അബൌട്ട് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. ഇത് ഓൾറെഡി റൈറ്റിങ്ങിൽ ഇട്ടതാണ്. റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഴുതിയാണ് ഇടുന്നത്. അത് വേറെ ആളുടെ കയ്യിൽ, ഉദ്ദേശിക്കാത്ത ആളുടെ കയ്യിൽ കിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ പറ്റില്ല. ഓക്കെ, വേറെ പലരും ഇത് കണ്ടേക്കാം. കമ്മ്യൂണിക്കേറ്റീവ് അല്ലാതെ വേറെ പലരും ഇത് കണ്ടേക്കാം. കമ്മ്യൂണിക്കേറ്റീവ് വേറെ ആളുകളെ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം റൈറ്റിങ്ങിൽ ഇട്ടേക്കുകയാണ് ചെയ്യുന്നത്. It is rigid and does not provide any scope for making changes for inaccuracies that might have crept in. എന്തെങ്കിലും കാര്യങ്ങൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ, കാരണം സാഹചര്യം അനുസരിച്ച് ചില ചേഞ്ചസ് ഒക്കെ വരുത്തേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് ചേഞ്ചസ് കമ്മ്യൂണിക്കേറ്റീക്ക് വരുത്താൻ പറ്റില്ല. കാരണം കമ്മ്യൂണിക്കേറ്റർ ഓൾറെഡി പറഞ്ഞു, ആ പറഞ്ഞ രീതിയിൽ മാത്രമേ കമ്മ്യൂണിക്കേറ്റീക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് വരുത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലംസ് വന്നാൽ അത് കമ്മ്യൂണിക്കേറ്റീവ് പ്രശ്നമായി പോകും. അപ്പോൾ കമ്മ്യൂണിക്കേറ്റർ പറഞ്ഞ പ്രകാരം റൈറ്റിങ്ങിൽ ഇട്ടു, എന്താണ് എഴുതി വെച്ചേക്കണേ അതനുസരിച്ച് മാത്രമേ കമ്മ്യൂണിക്കേറ്റീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇറ്റ് ഈസ് വെരി ഫോർമൽ ആൻഡ് ലാക്സ് പേഴ്സണൽ ടച്ച്. റൈറ്റിങ്ങിൽ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോണിലൂടെയൊക്കെ പറയണ പോലെ അല്ല, ഒരു പേഴ്സണൽ ടച്ച് അല്ല, ഫോർമലായിട്ടാണ് എഴുതി കൊടുക്കുന്നത്. ഇന്ന വേണം, ഇന്ന രീതിയിൽ വേണം എന്നാണ് ഫോർമലായിട്ടാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഒരു പേഴ്സണൽ ടച്ച്, ഫോണിലൂടെ പറയുമ്പോൾ അതുകൊണ്ട് ചെയ്യൂട്ടോ, ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടോ എന്ന് പറയുന്നതിന് പകരം ഇങ്ങനെ ചെയ്താൽ മതി, ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ള രീതിയിലാണ് റൈറ്റിങ്ങിൽ വരുന്നത്. ഇറ്റ് ബൂസ്റ്റ് റെഡ് ടൈപ്പിസം ആൻഡ് ഇൻവോൾവ് സോ മെനി ഫോർമാലിറ്റീസ്. കാരണം കൂടുതൽ കാര്യങ്ങളും റൈറ്റിങ്ങിലാവുമ്പോൾ വളരെ വിശദമായിട്ട് എഴുതി അയച്ചിട്ടുണ്ടാവും കമ്മ്യൂണിക്കേറ്റീയുടെ അടുത്തേക്ക്, അതായത് സെൻഡർ റിസീവറുടെ അടുത്തേക്ക് അയച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് അപ്രകാരം വേണം കമ്മ്യൂണിക്കേറ്റീവ് ചെയ്യാൻ. അപ്പോൾ അതിൽ കൂടുതൽ സ്റ്റെപ്സ് ഉണ്ടാവും. സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് അങ്ങനെ അനുസരിച്ച് ആ പ്രൊസീജിയർ പ്രകാരമേ കമ്മ്യൂണിക്കേറ്റീവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് സമയം എടുക്കുന്നു, കൂടുതൽ സമയം എടുക്കും സാധ്യതയുണ്ട്. റെഡ് ടൈപ്പിസം എന്ന് പറഞ്ഞാൽ ഈ ചുവപ്പ് നാട, അതായത് ഓരോരോ അതിലെന്തൊക്കെയാണോ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞേക്കണേ അത് പ്രകാരമേ ചെയ്തിട്ട് മാത്രമേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കാൻ കമ്മ്യൂണിക്കേറ്റീവ് പറ്റുള്ളൂ. അല്ലാതെ സ്റ്റെപ്പ് ഇടയ്ക്കിടയ്ക്ക് സ്കിപ്പ് ചെയ്ത് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സാധിക്കുകയില്ല. ഇറ്റ് മേ ബി റെപ്രസെൻറ്റഡ് ഇൻ എ ഡിഫറെൻറ്റ് വേ ബൈ ഡിഫറെൻറ്റ് പീപ്പിൾ. ഇത് എഴുതി വെച്ചിരിക്കുന്ന സാധനം ഒരാൾ ചിന്തിക്കണ പോലെയല്ല വേറെ ആൾ ചിന്തിക്കുക. അപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ചിന്തിക്കണ പോലെയല്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റർ ചിന്തിക്കണ പോലെയല്ല കമ്മ്യൂണിക്കേറ്റീവ് ചിന്തിക്കുക. ഈ കമ്മ്യൂണിക്കേറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അത് വേറൊരാളെ, മൂന്നാമത്തെ ആളെ കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാലാമത്തെ ആളെ കാണിച്ചു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലായിരിക്കും ആ കമ്മ്യൂണിക്കേറ്റർ അയച്ചു തന്ന കമ്മ്യൂണിക്കേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലരും പല രീതിയിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം. അവരുടെ സാഹചര്യങ്ങളും അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും കഴിവും അറിവും
വിവരം എല്ലാം ഉപയോഗിച്ചിട്ട് ഈ കിട്ടിയ കമ്മ്യൂണിക്കേഷൻ പല രീതിയിൽ വേണമെങ്കിൽ ഉദ്ദേശിക്കാം എന്നാണ് ഇതാണ് ഡീമെറിറ്റ് ആയിട്ട് ഉള്ളത്. ഇത്രയാണ് ഡീമെറിറ്റ്. ഇനി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമൽ അല്ല, ഇങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെ ചെയ്തോളൂ, സാഹചര്യത്തിൽ ചെയ്യാം എന്നൊരു ഇൻഫോർമലായിട്ട് ഫോർമൽ അല്ലാത്ത രീതിയിൽ കമ്മ്യൂണിക്കേറ്റർ, അവിടെയും കമ്മ്യൂണിക്കേറ്ററും കമ്മ്യൂണിക്കേറ്റീവും ഉണ്ട്. കമ്മ്യൂണിക്കേറ്റർ കമ്മ്യൂണിക്കേറ്റീക്ക് പറയുന്നതിനെയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് നോക്കാം. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അറൈസസ് ഔട്ട് ഓഫ് ഓൾ ദോസ് ചാനൽസ് ദാറ്റ് ഫോൾ ഔട്ട്സൈഡ് ദ ഫോർമൽ ചാനൽസ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രേപ്പ് വൈൻ. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമലായിട്ട് അല്ല ഇത് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് എല്ലാ റൈറ്റിങ്ങിലോ ഓറലായിട്ടോ എന്നല്ല പറയുന്നത്. പക്ഷെ എന്നാലും ഇത് റൈറ്റിങ്ങിലൊന്നും ഉണ്ടാവില്ല. പക്ഷെ ചെറിയ തോതിൽ എന്താ പറയുക, ഈ കമ്മ്യൂണിക്കേറ്റീവും ബാക്കിയുള്ള ആളുകളുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഗ്രേപ്പ് വൈൻ. ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞാൽ ഫോർമലായിട്ട് ഇറക്കുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ ചോർത്തി അങ്ങോട്ട് കൊടുക്കുന്ന രീതിയിൽ, അത് ചോർത്തി ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ വർക്കേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അതിനൊരു അഭിപ്രായം നേരത്തെ കമ്മ്യൂണിക്കേഷൻ ഇറക്കുന്നതിന്, റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ ഇറക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു അഭിപ്രായം രൂപീകരിക്കുന്നതിന് വേണ്ടി, അത് മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ അല്ലെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, വർക്കേഴ്സ് എതിർക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു പോളിസി എടുക്കണം. ഒരു എന്താ പറയുക, പോളിസി എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഒരു ട്രാൻസ്ഫർ ചെയ്യണം ഒരു എംപ്ലോയിയെ. ഓക്കെ, ആ എംപ്ലോയിയെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സാധ്യതയുണ്ട്, ഇന്നാളെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഒരു ചെറിയ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ചോർത്തൽ നടത്തും. ഏതെങ്കിലും ഒരാളുടെ അടുത്ത് പറയും, ആ ആൾ വേറൊരാളടുത്ത് പറയും. അങ്ങനെ പറഞ്ഞ് എംപ്ലോയീസ് എല്ലാവരും അറിയും. പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് അതിൻ്റെ റെസ്പോൺസ് ഉണ്ടാവുക അത് അറിയാൻ വേണ്ടിയിട്ട് ഇൻഫോർമലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ്, ഫോർമൽ അല്ലാത്ത മാർഗത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനിയുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. വേണ്ട രീതിയിൽ എങ്ങനെ ആശയവിനിമയം നടത്തും, അതിന് എന്തൊക്കെ സ്വഭാവ സവിശേഷതകൾ ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർനെസ് ആൻഡ് ഇൻറ്റിഗ്രിറ്റി ഓഫ് മെസ്സേജ് ടു ബി കൺവേഡ്. ശരിക്കും എന്താണ് മെസ്സേജിൽ വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ വേണം, എല്ലാ കാര്യങ്ങളും ഉണ്ടോ, അത് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ ആ മെസ്സേജിൽ ഉണ്ടായിരിക്കണം. വേണ്ട രീതിയിൽ അത് ക്ലിയർ ആയിരിക്കണം. അതിന് ഒരു കുഴപ്പങ്ങളോ എന്തെങ്കിലും മറച്ചു വെക്കുന്ന കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. പറയേണ്ട കാര്യങ്ങൾ നല്ല വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ടായിരിക്കണം ആ മെസ്സേജിൽ. അഡ്വക്കേറ്റ് ബ്രീഫിംഗ് ഓഫ് ദ റെസിപ്പിയൻ. സെൻഡർ റിസീവർക്ക് വേണ്ട രീതിയിൽ ആ കമ്മ്യൂണിക്കേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തതയോടുകൂടി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കണം. അത് റിസീവർക്ക് സെൻഡറുടെ കയ്യിൽ നിന്ന് വേണ്ട രീതിയിൽ കിട്ടിയിരിക്കണം എന്താണ് ആ മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. ഒരു വർക്കിനെ പറ്റിയാണെങ്കിൽ ആ വർക്കിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും റിസീവർക്ക് സെൻഡറുടെ കയ്യിൽ നിന്ന് കിട്ടിയിരിക്കണം. ആക്യുറേറ്റ് പ്ലാൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. ആ മെസ്സേജ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആ മെസ്സേജിൽ ഉണ്ടായിരിക്കണം. റിലയബിലിറ്റി ആൻഡ് യൂണിഫോമിറ്റി ഓഫ് ദ മെസ്സേജ്. അങ്ങനൊരു മെസ്സേജ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് റിലയബിൾ ആയിരിക്കണം. അതായത് അയക്കേണ്ട ആൾ തന്നെ ആയിരിക്കണം അത് അയച്ചിട്ടുണ്ടാവുക. ഓക്കെ, അതിനെ ബേസ് ചെയ്ത് റിസീവർക്ക് വേണ്ട രീതിയിലുള്ള ആക്ഷൻസ് എടുക്കാൻ സാധിക്കണം. ടു നോ ദ മെയിൻ പർപ്പസ് ഓഫ് ദ മെസ്സേജ്. എന്താണ് ആ മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആ മെസ്സേജിൽ നിന്ന് വായിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ കിട്ടിക്കഴിയുമ്പോൾ ആ റിസീവർക്ക് മനസ്സിലായിട്ടുണ്ടാവണം. പ്രോപ്പർ റെസ്പോൺസ് ഓർ ഫീഡ്ബാക്ക്. പ്രോപ്പറായിട്ട് ഫീഡ്ബാക്ക് റിസീവർക്ക് സെൻഡർക്ക് കൊടുക്കാൻ സാധിക്കണം. കാരണം ഇത് കറക്റ്റായിട്ട് മനസ്സിലായി എന്നും ഇതാണ് ഉദ്ദേശിക്കുന്നതെന്നും എന്ന് കറക്റ്റായിട്ട് ഒരു ഫീഡ്ബാക്ക് റിസീവർ സെൻഡർക്ക് കൊടുക്കണം. കറക്റ്റ് ടൈമിംഗ്. ആ ടൈമിംഗ് മെസ്സേജ് കൊടുക്കുന്നത്, അതായത് സെൻഡർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് കൊടുക്കുന്നത് ആ കറക്റ്റ് സമയത്ത് കൊടുക്കണം. ഇന്ന് കൊടുക്കേണ്ടത് 2 ആഴ്ച കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. എക്സാമ്പിൾ, കാരണം ഇന്നിപ്പോൾ നാളെയോ മറ്റന്നാളോ ആ മെസ്സേജ് കിട്ടിയിട്ട് അതിന് വേണ്ട രീതിയിൽ അതിൽ ആക്ഷൻ എടുക്കാൻ റിസീവർക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ ആ മെസ്സേജ് കൊണ്ട് കാര്യമുള്ളൂ. യൂസ് ഓഫ് പ്രോപ്പർ മീഡിയം ടു കൺവേ ദ മെസ്സേജ് പ്രോപ്പർലി.
അത് മീഡിയം ഉണ്ട്, അത് കത്തിലൂടെയാണോ ഇമെയിലിലൂടെയാണോ അത് അല്ലാതെ ഓറലായിട്ടാണോ ഡയറക്റ്റ് ആയിട്ടാണോ എങ്ങനെയാണെന്നുള്ള, അല്ലെങ്കിൽ ഫോണിലൂടെയാണോ, ആ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് കിട്ടിയിരിക്കണം. ആ ചാനൽ നല്ല കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം. യൂസ് ഓഫ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ്, അതായത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഇൻഫോർമൽ ആയിട്ട് വേണമെങ്കിൽ ആളുകളെ അറിയിക്കാം. കാരണം ആളുകളുടെ ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫോർമൽ ആയിട്ട് നേരത്തെ കൂട്ടി പതുക്കെ അറിയിക്കാം. ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഇറക്കുന്നതിന് മുമ്പ്, കമ്മ്യൂണിക്കേറ്റ് എഴുതുന്നതിന് മുമ്പോ മെയിൽ അയക്കുന്നതിന് മുമ്പോ ഒരു ഫോർമലായിട്ട് കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചെറിയ തോതിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഒരു തീരുമാനം അറിയിക്കാം. എന്നിട്ട് വേണമെങ്കിൽ ലേറ്റർ ആയിട്ട് അതിന് ഫീഡ്ബാക്ക് കിട്ടുന്നതിന് മുറയ്ക്ക് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, അതായത് റിട്ടൺ കമ്മ്യൂണിക്കേഷനോ ഓറൽ കമ്മ്യൂണിക്കേഷനോ ആയിട്ട് ആ കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേറ്റുകൾക്ക് അല്ലെങ്കിൽ ഒരാളോ പല ആളുകൾക്കോ നൽകാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കൊണ്ട് ആശയവിനിമയം. ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും ആശയവിനിമയം നടത്തുന്നത് എന്തൊക്കെയാണോ സ്വഭാവ സവിശേഷതകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹൗ ടു മേക്ക് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ്, എങ്ങനെ ആശയവിനിമയം നല്ല രീതിയിൽ നടത്താം. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ബി ഫെമിലിയർ വിത്ത് ദ ഓഡിയൻസ് ഫോർ ഹൂം ദ മെസ്സേജ് ഈസ് മെന്റ്. ആരെയാണോ ഈ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അല്ലെങ്കിൽ മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരെ ശരിക്കും കമ്മ്യൂണിക്കേറ്റർക്ക് അറിയാൻ പറ്റണം. അറിയാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ പറ്റാതെ വരും. ഓക്കെ, ആരാണോ എന്തെങ്കിലാണോ, ഇപ്പോൾ ഒരു ഓഡിയൻസിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് എന്ന് കമ്മ്യൂണിക്കേറ്റർക്ക് അറിയില്ലെങ്കിൽ, അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ്, ലെയ്മനാണ്, താഴേക്കിടയിലുള്ള ആളുകളാണ്, അവരുടെ മുമ്പിൽ ചെന്നിട്ട് വലിയ ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ എക്സാമ്പിൾ പറയാണ് എങ്കിൽ ഒരു വലിയ പഠിത്തമുള്ള ആൾ വലിയ ഇംഗ്ലീഷ് വാക്കുകൾ ചെറിയ വലിയ പഠിത്തമില്ലാത്ത വർക്കേഴ്സിൻ്റെ ഇടയിൽ പോയി ഇന്ന് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കേഴ്സിനൊന്നും മനസ്സിലായില്ല എന്ന് വരും. അവർ വെറുതെ കേട്ടുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ബോറടിക്കും. ചിലപ്പോൾ ആളുകൾ എണീച്ച് പോയി എന്ന് വരും. അപ്പോൾ എങ്ങനത്തെയുള്ള ആളുകളെയാണ് ഈ കമ്മ്യൂണിക്കേറ്റർ അഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ കമ്മ്യൂണിക്കേറ്റർക്ക് ആദ്യമേ അറിയാൻ കഴിഞ്ഞാൽ നല്ലതാണ്. ഇൻ ഓർഡർ ടു അവോയ്ഡ് സെമാൻറ്റിക് ബാരിയേഴ്സ്, തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ ഈ ലാംഗ്വേജ് ബാരിയേഴ്സ്, ഓക്കെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ മീഡിയം. ഇപ്പോൾ മലയാളം അറിയാത്ത ആളുകളടുത്ത് മലയാളത്തിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. എന്ത് ചെയ്യും? അവർക്ക് ഹിന്ദിയോ തമിഴോ എന്താണ് ഇംഗ്ലീഷോ അറിയുന്ന ആളുകളാണെങ്കിൽ ആ ഭാഷയിൽ സംസാരിക്കേണ്ടി വരും. മലയാളത്തിൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ. To make business communication effective, the structure of the organization must be sound and suitable to the requirements of the organization. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഓർഗനൈസേഷനിലെ ടോപ്പിലെ മാനേജിംഗ് ഡയറക്ടർ, അതിൻ്റെ താഴെയുള്ള GM, അങ്ങനെ താഴെയുള്ള അതൊരു ഫോർമലായിട്ട് വേണ്ട രീതിയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ആർക്കാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്? താഴെയുള്ള ആൾ മുകളിലത്തെ ആൾക്കല്ല സാധാരണ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മുകളിലത്തെ ആൾ അത് ഫോർമലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, താഴത്തേക്കാണ് കമ്മ്യൂണിക്കേഷൻ ഡൗണിലായിട്ട് വരുന്നത്. അപ്പോൾ ചോദിക്കും താഴത്തുനിന്ന് മുകളിലേക്ക് കൊടുക്കാൻ പാടില്ല. അതിനെ ഒരു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ടല്ല മുകളിലിരിക്കുന്ന ആൾ മാനേജർ താഴത്തുള്ള ആൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അതിനെയാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ കൊണ്ട് കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത്. To avoid credibility gap, management must guarantee that their procedures and activities are in accordance with the communication. ഒരു ക്രെഡിബിലിറ്റി, അത് വേണ്ട രീതിയിലാണ് കാര്യങ്ങൾ എന്ന് ആ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന ആൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ രീതി അതനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ഓർഗനൈസേഷനിൽ നടന്നാൽ മാത്രമേ അത് ഇഫക്റ്റീവാണ്. അതായത് ആ വേണ്ട രീതിയിലാണ്, ആ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞേക്കുന്ന രീതിയിലാണ് ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ നടക്കുന്നതെന്ന് താഴെയിലുള്ള വർക്കേഴ്സ്, എംപ്ലോയീസിനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാണ് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് എന്തൊക്കെയാണ് തടസ്സങ്ങൾ വരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഈസ് എ ടു വേ പ്രോസസ്. രണ്ട് രീതിയിലാണ്. കമ്മ്യൂണിക്കേറ്റർ കമ്മ്യൂണിക്കേറ്റിംഗ് കൊടുക്കുന്നു, കമ്മ്യൂണിക്കേറ്റ്
കമ്മ്യൂണിക്കേറ്റർക്ക് തിരിച്ച് ഫീഡ്ബാക്ക് കൊടുക്കുന്നു. കമ്മ്യൂണിക്കേറ്റർ കമ്മ്യൂണിക്കേറ്റീവ് കൊടുക്കുന്നത് മെസ്സേജ് ആണ്. ആ കമ്മ്യൂണിക്കേഷനിലൂടെ തിരിച്ച് അത് മനസ്സിലായി എന്നുള്ള ഫീഡ്ബാക്ക് ആണ് കമ്മ്യൂണിക്കേറ്റർക്ക് കൊടുക്കുന്നത്. അതായത് ഒന്ന് ആദ്യത്തെ മെസ്സേജ് സെൻഡർ റിസീവർക്ക് അയച്ചു കൊടുക്കുന്നു, ഫീഡ്ബാക്ക് മെസ്സേജ് റിസീവർ സെൻഡർക്ക് അയച്ചു കൊടുക്കുന്നു. കാരണം കിട്ടിയ കമ്മ്യൂണിക്കേഷൻ ശരിയായിട്ട് മനസ്സിലായി എന്നുള്ള ഫീഡ്ബാക്ക് ആണ് റിസീവർ സെൻഡർക്ക് അയച്ചു കൊടുക്കുന്നത്. അപ്പോഴും ഒരു സെൻഡറും റിസീവറും ഉണ്ടായിരിക്കണം. ഇനി തടസ്സങ്ങൾ എന്താ? ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവാം, തടസ്സങ്ങൾ ഉണ്ടാവാം. കാരണം ലാംഗ്വേജ് ഒരു തടസ്സമാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ മലയാളം മാത്രം അറിയുന്നവരടുത്ത് ഇംഗ്ലീഷ് സംസാരിച്ചിട്ട് കാര്യമില്ല, ഇംഗ്ലീഷ് അറിയാത്തവരടുത്ത് മലയാളത്തിൽ സംസാരിച്ചിട്ട് കാര്യമില്ല, അല്ല ഇംഗ്ലീഷിൽ സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം മലയാളം അറിയാവുന്നവർക്ക് മലയാളത്തിലും ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഇംഗ്ലീഷിലുമാണ് സംസാരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഭാഷ ഒരു ഇതാണ്. പിന്നെ വലിയ തോതിൽ നീട്ടി സംസാരിച്ചിട്ട് കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ചില ഫുൾ സ്റ്റോപ്പും കുത്തും കോമയൊക്കെ ഇട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ പോലെ ചെറിയ തോതിൽ ഇടയ്ക്ക് സംസാരങ്ങളൊക്കെ നിർത്തിയിട്ട് സംസാരിക്കേണ്ടി വരും. കാരണം ആ കേൾക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന ആൾക്ക് അത് മനസ്സിലാവുന്ന രീതിയിൽ വേണം ആ കമ്മ്യൂണിക്കേഷൻ നൽകാൻ. പിന്നെ a communication is a two-way process. Distance between the sender and the receiver of the message is an important barrier. എത്ര ദൂരത്തിലാണ് സെൻഡറും റിസീവറും ഇരിക്കുന്നത്? ഓക്കെ, പണ്ട് ഒരു സിനിമയിൽ സംസാരിക്കുന്ന പോലെ മുകേഷിന്റെ സംസാരം കമ്പിളിപ്പുതപ്പ് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ. കാരണം പണ്ടത്തെ കാലത്ത് വേണമെങ്കിൽ പറയാം, ഡിസ്റ്റൻസ് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താ പറയുക, ഫോൺ സിസ്റ്റം ഒക്കെ ഡിജിറ്റൽ സിസ്റ്റം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡിജിറ്റൽ ഫോണാണ്, പണ്ടത്തെ അനലോഗ് ഫോണുകളായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഉറക്കെ സംസാരിച്ചാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ എത്തുള്ളൂ. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നല്ല, ചെറിയ തോതിൽ പറഞ്ഞാൽ പോലും കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവായിട്ട് സാധിക്കും. അപ്പോൾ ഡിസ്റ്റൻസ് വളരെ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. എന്നാൽ കൂടിയും ഒരു പേഴ്സണൽ ടച്ച് കമ്മ്യൂണിക്കേഷനിൽ ഇല്ല എങ്കിൽ ഡിസ്റ്റൻസും ഒരു പ്രശ്നമായിട്ട് ഉണ്ടാവും. അത് സംസാരിക്കുമ്പോൾ വേണ്ട രീതിയിൽ അത് ഉൾക്കൊള്ളാനും റിസീവർക്ക് സാധിച്ചില്ല എങ്കിൽ, സെൻഡർ എന്താ പറയണതെന്ന് അതിൻ്റെ വേണ്ട രീതിയിലുള്ള അർത്ഥവത്തായിട്ട് സാധിച്ചില്ലെങ്കിൽ അത് ഡിസ്റ്റൻസ് ഒരു പ്രശ്നമായിരിക്കും. കൂടാതെ പേഴ്സണൽ ഫാക്ടേഴ്സ് ലൈക്ക് ഡിഫറൻസ് ഇൻ ജഡ്ജ്മെൻറ്റ്, അത് വേണ്ട രീതിയിൽ വിചാരിക്കുക, ആ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവാതിരിക്കുക. സോഷ്യൽ വാല്യൂസ്, രണ്ട് തട്ടിലുള്ള ആളുകൾ, ഹയർ ലെവലിലുള്ള ആളുകൾ, താഴെ ലെവലിലുള്ള ആളുകൾ, അവരുടെ സൊസൈറ്റിയിലുള്ള സ്ഥാനം. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, മുകളിൽ നിന്നും ഇരിക്കുന്ന ആളും താഴെ ഇരിക്കുന്ന ആളും തമ്മിലുള്ള അവരുടെ പ്രശ്നങ്ങൾ. ഓക്കെ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഈഗോ പ്രശ്നങ്ങളൊക്കെ. ബയാസ് ആറ്റിറ്റ്യൂഡ് ഒക്കെ, മുകളിൽ നിന്ന് പറയുന്ന ആൾ നമ്മളെ അടിച്ചേൽപ്പിക്കുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ താഴെയുള്ള ആൾക്ക്. ടൈം പ്രഷർ, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സമയബന്ധിതമായിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ആ ചെയ്തു തീർക്കാനുള്ള ബാധ്യത ഒക്കെ ഒരു തടസ്സമായിട്ട്. അത് ഇനി കൂടാതെ കമ്മ്യൂണിക്കേഷൻ ഇന്നെബിലിറ്റി, മുകളിലിരിക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്ക്, അതായത് സ്പീക്കർക്ക് അത് വേണ്ട രീതിയിൽ എഫക്റ്റീവായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കാതെ വരിക, റിസീവറുടെ അടുത്തേക്ക് സാധിക്കാതെ വരിക. ഇതെല്ലാം വളരെയധികം പ്രശ്നങ്ങളാണ്, ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെസൺ 16 പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസ് എന്താ വരാൻ സാധ്യതയുണ്ട് എന്ന് നോക്കാം. ഇതിൽ വരാനുള്ളത് വാട്ട് യു മീൻ ബൈ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിൻ്റെ കൂടെ വാട്ട് ആർ ദി ബേസിക് എലിമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിക്കാം. ഓക്കെ, വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ മാത്രം ചോദിക്കുകയാണെങ്കിൽ ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിൻ്റെ കൂടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ടെങ്കിൽ വാട്ട് ആർ ദി ബേസിക് എലിമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എസ്സേ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടി വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് വാട്ട് ഈസ് മെൻ ബൈ കമ്മ്യൂണിക്കേഷൻ ഓർ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിക്കാം. അപ്പോൾ അതിൽ ആണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഓറൽ കമ്മ്യൂണിക്കേഷൻ, റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരിക, എഴുതേണ്ടി വരിക.
ഇനി ചോദിക്കുന്നത് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിക്കാം. വാട്ട് ആർ ദി മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിക്കാം. വാട്ട് ഈസ് മെൻ ബൈ കമ്മ്യൂണിക്കേഷൻ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് ചോദിക്കാം. കൂടാതെ ഹൗ ടു മേക്ക് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് എക്സ്പ്ലെയിൻ എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവാം. വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, വാട്ട് ആർ ഇറ്റ്സ് ബാരിയേഴ്സ് എന്ന് ചോദിക്കാം. ഇത്രയും ക്വസ്റ്റ്യനാണ് സാധ്യതകൾ ഉള്ളത്. ഇതിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ലെസൺ തന്നെയാണ്. അത് നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. ഈ വീഡിയോ ഒരിക്കലും കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക, കാണുകയും ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.